ഇത് അതിനിടയിൽ നമുക്കൊരു പഞ്ചറും കിട്ടി കേട്ടോ. ഒരു ടയർ പഞ്ചറായി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കും കേട്ടോ. നമ്മൾ റെൻ്റ് കാർ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും ദൂരം ഓടുന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ പ്രതീക്ഷിക്കണം അല്ലേ. കാർ വാഷിൽ കയറിയിട്ട് നമ്മളെ വണ്ടി മൊത്തം കഴിയണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ പൈസ അങ്ങനെ ഇത് വർക്ക് ചെയ്യണോ ഇത് ആയിരിക്കും ഇട്ട് നോക്ക്. പൈസ പോയിട്ടുണ്ട്. ഈ ഒരു ചേനയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ ഒരു ക്യാസിലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന നമ്മൾ കാണുന്ന റൊമേനിയയുടെ ഭാഗമാണ്. അതായത് ഈ നദിയുടെ അപ്പുറത്ത് കാണുന്നത് പകുതി തൊട്ട് റൊമേനിയ. ഇത് കണ്ടോ, ഞാൻ എന്തോ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, അത് ഭയങ്കര സംഭവമായി. ഇത് ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നമ്മുടെ സെർബിയയിലെ 4ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഈ കാണുന്ന ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ. ഈ ടൗണിന്റെ പേരെന്താണ്? നിക്കോൾ പെസിക്ക എന്ന് പറഞ്ഞ പിരാസിൻ. ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ആ ഒരു നഗരത്തിലാണ് നമ്മളുള്ളത്. ഇതിന്റെ പേര് പെട്രസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ. ഇത് നല്ല ഹോട്ടലായിരുന്നു, പെരാസ് അല്ലേ. അപ്പോൾ ഇന്നലെ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചായിരുന്നല്ലേ ഇന്നലെ. വണ്ടിയുടെ കോല ഇതാട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ കാണിച്ചു തരാവേ. നോക്കിയേ, പ്രാണികളെ അടിച്ചിട്ട് കണ്ടോ, എന്തുമാത്രം പ്രാണികളാ ചത്തുപോയ പാവങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മൊണാസ്ട്രി ലക്ഷ്യമാക്കി പോവാം കേട്ടോ. അതേ ആമിക്കുട്ടി കൂടെ ഉണ്ട്. എന്നാൽ കയറിക്കോ എല്ലാവരും. ഇവിടുന്ന് 45 മിനിറ്റ്സ് അല്ലേ. ഓക്കെ, ഇവിടെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാട്ടോ. നല്ല ഈസി റോഡാണ്, വലിയ ബിസി ഇല്ല. പിന്നെന്താ പറയുക, എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ ഓടിക്കുന്നത്. നമ്മളങ്ങനെ ഇത് യാത്ര തുടങ്ങി കേട്ടോ. നമ്മുടെ 4ാം ദിവസം ഇതാണ്. ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഡേ. നാളെ നമ്മൾ തിരിച്ചു വരുവാണ്. ഇവിടെ ടോയ്സ് ഉണ്ടോ? നമ്മളിത് ഈ ഒരു പെരാസ് എന്ന് പറയുന്ന ടൗണിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ഒരു പക്ക, ഇവിടെ വന്നപ്പോ ഒരു മുംബൈ വൈബ് തോന്നിയേ. ഞങ്ങളല്ല എവിടെ ചെന്നാലും അത് മുംബൈയുമായിട്ട് കമ്പയർ ചെയ്യാം. അയ്യോ, നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഒരു കൃഷി സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ. 2 ചുറ്റിലും മൊത്തം മുന്തിരിയും പിന്നെന്താ നെല്ല് പോലെ, നെല്ല്, ഗോതമ്പ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. അങ്ങനെ കുറെ സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാട്ടോ. ഇത് ശരിക്കും ഔട്ട്സ്കേർട്ട് ആണല്ലേ, ശരിക്കും ഒരു കൺട്രി സൈഡ്. റോഡ് സൈഡ് നിറച്ചും പോപ്പി ഫ്ലവർ ആയിരുന്നു ഇത്ര വരെ. ഞങ്ങൾ ക്യാമറ ഒക്കെ ഓണാക്കി പിടിച്ച് വന്നപ്പോഴത്തേക്കല്ലേ പോപ്പിയൊക്കെ തീർന്നു. അതെപ്പോഴും അങ്ങനെ, നമ്മൾ എന്തെങ്കിലും ഒരു അടിപൊളി വ്യൂ കണ്ടത് എടുക്കാൻ വരുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ സൈഡുകളിൽ ഫുള്ള് പോപ്പി ഫ്ലവേഴ്സ് ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക ഏരിയയിലും നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡ്രൈവ്, അങ്ങനെ ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ ഒരു മൊണാസ്ട്രി ഉള്ള ഒരു ടൗണിലെത്തി കേട്ടോ. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 5 മിനിറ്റ്സും കൂടിയേ ഉള്ളൂ മൊണാസ്ട്രിയിലോട്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ATM കണ്ടുപിടിച്ച് നമുക്ക് കുറച്ച് പൈസ എടുക്കാനുണ്ട്. ഇവിടെ ഇത് കണ്ടോ, മഞ്ഞ് പെയ്യുന്ന പോലെ ഇങ്ങനെ ഈ കോട്ടൺ ഇങ്ങനെ പറന്നു കൊടുക്കുന്നത്. ഫുള്ള് പഞ്ഞി പറക്കുവാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോ മഞ്ഞ് ഇങ്ങനെ പെയ്യുന്ന പോലെ തോന്നും. നല്ല രസമുണ്ടല്ലേ ആമിക്കുട്ടി? ആമി കോട്ടൺ മഞ്ഞാണോ? കോട്ടൺ ആണ് മഞ്ഞായിട്ട് പെയ്യുന്നത് അല്ലേ? ആമിയാണ് ഫുള്ള് പറക്കിക്കൊണ്ട് നടക്കുക ഇതിലെ. നമുക്ക് എന്ത് ഭംഗിയാ കാണാന്ന്. ഈ ഒരു പ്രദേശം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. പുഴയും അതിലെ കൂടി കുറേ ആടൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടപ്പുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങ് അവിടെയായിട്ടാട്ടോ മൊണാസ്ട്രി വരുന്നത്. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്ത് നമുക്കിതിലെ അങ്ങ് നടന്നു പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ. പോകുന്ന വഴിക്ക് ഒരു അബി ഇവിടെ ഡ്രോൺ പറത്തുക. ഡ്രോൺ വിഷ്വൽസ് എടുത്തോണ്ടിരിക്കുക. അബിയുടെ ഡ്രസ്സല്ല നോക്ക്, എന്താ സ്റ്റൈല്. അറിയിച്ചാ ഞാൻ പറയായിരുന്നു, ഈ ഇതിങ്ങനെ പറക്കുന്ന കാണുമ്പോഴേ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് മനാസിയ മൊണാസ്ട്രി. ഇതൊരു ഏകദേശം ഒരു 600 വർഷങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ച ഒരു ബ്യൂട്ടിഫുൾ മൊണാസ്ട്രി ആണ് കേട്ടോ. ഈ മൊണാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇതൊരു കോട്ട അല്ലെങ്കിൽ ഒരു കാസിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിന് ചുറ്റിലും 11 പില്ലേഴ്സ് വെച്ചിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ഒരു എന്താ പറയുക, ഒരു വാൾ ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു കേവലം ഒരു ആരാധനാലയം മാത്രമല്ല. ഇത് മുമ്പ് ഏകദേശം ഇവിടെ ഒരു വാറും ആ ഒരു ഇതൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിൽ ഇവർ ബുക്ക്, അതായത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹിസ്റ്ററി ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് മോങ്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി
ഈ ഒരു മൊണാസ്ട്രിക്കുണ്ട്. പിന്നെ ഈ സെർബിയയിൽ ഏകദേശം ഒരു 86% ക്രിസ്ത്യൻസ് ആണ് കേട്ടോ. ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകുന്നിടത്തെല്ലാം തന്നെ ചർച്ചുകളാണ്, ക്രിസ്ത്യൻ ചർച്ചുകളാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ബാക്കി ഒരു 4% ആണ് ഇസ്ലാമിക്, അതായത് എന്താ പറയുന്നത്, റിലീജിയൻ ഉള്ളത് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ഒരു ചർച്ച് കാണാനായിട്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചർച്ചാണ്, പക്ഷെ നമുക്ക് 600 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് എനിക്ക് ചുറ്റും കാണുമ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഫേമസ് ആയത്. അതായത് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു ഉൾവശം ഇതെല്ലാം കാണുമ്പോൾ, അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കാസൽ മോഡലാണല്ലോ. മാത്രമല്ല ഈ ഒരു ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അത് ഒരു മെഡീവിയൻ ആർക്കിടെക്ചറാണ് കേട്ടോ ഇതെല്ലാം. കണ്ടിട്ട് ഉള്ളിൽ കയറാന്നോ? ഇതില് വീഡിയോയില് കാണാൻ പറ്റില്ല. കുഞ്ഞിനെ കാണത്തില്ലടാ മോനെ, അങ്ങ് താഴെയാ. ഓ നല്ല രസമാണ് കേട്ടോ. ഭാഗ്യം ദൈവം ഇന്ന് ഞങ്ങൾക്ക് ക്ലിയർ സ്കൈ തന്നത്. അല്ല, ഇത് ക്ലിയർ സ്കൈയിൽ തന്നെ കാണണം. എനിക്കിത് കാണുമ്പോ എന്താ തോന്നുന്നതെന്ന് അറിയാവോ, നമ്മള് മൈസൂർ മറ്റേ ടിബറ്റൻ കോളനിയിൽ പോയില്ലേ, അപ്പൊ അതിന്റെ ഉള്ളിൽ അവരുടെ ആരാധനാലയം, അതുപോലെ അവർ താമസിക്കുന്ന ആ ഒരു പ്ലേസും ഇല്ലേ, അതേപോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതേപോലെ ഫീൽ ചെയ്യുന്നില്ലേ? ആ ഒരു സ്ട്രക്ചറൊക്കെ ഏകദേശം അതേപോലെ ഉണ്ട്. ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചോട്ടോ. അതിന്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനും തോന്നുന്നു. നമ്മളിങ്ങനെ ഭക്തിയിലൊക്കെ നിന്ന് പോകും. കൊറേയൊക്കെ പോയി പഴയതെല്ലാം. എനിക്ക് തോന്നുന്നു ഈ ഔട്ടർ കുറെയൊക്കെ റിനോവേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്കത് കാണാം, ആ വാള് കറക്റ്റായിട്ട് മീൻസ് ആ പഴമയുടെ ആ വാള് നമുക്ക് അതിനകത്ത് കാണാം സൈഡിലോട്ടേക്ക്. നമ്മൾ അവിടുന്ന് കുറച്ച് തിരിയെല്ലാം എടുത്ത് ഇവിടെ കത്തിച്ചു. ഇവിടെ എല്ലാ പള്ളിയിലും ഇതുപോലെ തിരി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ഇങ്ങനെ പുറത്തു കൊണ്ടേ കത്തിക്കാം. ഒരു മാതാവിന്റെ ഉണ്ണീശോയുടെ ഒരു രൂപം മേടിച്ചു കേട്ടോ. ഇവിടെ ആക്ച്വലി ഹോളി ട്രിനിറ്റി ആണ് ഇവിടത്തെ ഇത്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മായിരിക്കട്ടെ. നിന്നെ ജയിലിലിട്ടോ? ആരാ നിന്നെ ജയിലിലിട്ടെ? പോലീസാണോ? ആ കുരുത്തക്കേട് കാണിച്ചാ അങ്ങനെ ജയിലിലിടും കേട്ടോ. നിന്നെ മമ്മ തിന്നില്ലെങ്കിൽ ജയിലിലിടും. അടുത്ത നമ്മൾ ഇനി പോകുന്ന ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഈ മൊണാസ്ട്രിയുടെ യാത്ര പറഞ്ഞ് പോവാട്ടോ. എന്ത് രസമാണ് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കണ്ടോ, പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു വൈബുള്ള ഒരു സ്ഥലം. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നവർക്ക്. വലിയ ബുദ്ധിമുട്ടില്ല, ഫ്രീ എൻട്രി ആണ്. നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും വലിയ തിരക്കില്ല. പിന്നെ നമ്മൾ ഈ ട്രിപ്പിൽ റെക്കമെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് നമ്മുടെ ടേസ്റ്റിന് ചേരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ചിലർക്ക് ടൗൺ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, അതായത് സിറ്റി കറങ്ങാനുള്ള. എന്റെ അഭിപ്രായത്തിൽ ടൗണിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനത്തെ ഔട്ട്സ്കേർട്സിലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ. അതെ, നമ്മളിപ്പോ കുറച്ച് റൈഡ് ഉണ്ടെങ്കിലും ആ പോകുന്ന വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ. വണ്ടി ഓടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, സുഖമായിട്ട് ഓടിക്കാം. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ സേഫ് ആണെന്നൊക്കെ. സേഫാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താമസിക്കാനുള്ള സ്റ്റേ ബുക്ക് ചെയ്യുന്നതെല്ലാം booking.com വഴിയാണ്. ഇതെല്ലാം എപ്പോഴും നമ്മൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ പറയുന്നത്. കാർ എടുക്കുന്നതും അല്ലേ? കാർ എടുക്കുന്നതൊക്കെ ഈസിയാ. കാർ വാഷിൽ കയറിയിട്ട് നമ്മളെ വണ്ടി മൊത്തം കഴിയണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇവിടെ പൈസ ഇത് വർക്കിംഗ് ആണോ? ഇത് ആയിരിക്കും ഇട്ട് നോക്ക്. പൈസ പോയിട്ടുണ്ട്. കോയിനായിട്ട് വന്നല്ലേ? 2 കോയിൻ വന്നാ? അപ്പൊ 1 കോയിൻ ഇട്ടാ മതി. ഇത് വാഷ്, ഇത് വാഷിന്റെ കോയിൻ, വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം അല്ലേ? സ്റ്റാർട്ടായില്ലേ? ഇവിടെ ഞങ്ങൾ കുറേ സ്ഥലത്ത് അല്ലാതെ മാനുവലി കാർ വാഷ് ചെയ്യുന്ന സ്ഥലം ഉണ്ടോ നോക്കി കേട്ടോ. അപ്പോൾ എവിടെയും കണ്ടില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതിലോട്ട് അങ്ങ് കയറ്റുമായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ സെർബിയൻ ദിനാർ ഇട്ട് കഴിയുമ്പോൾ ഒരു കോയിൻ പോലത്തെ ഒരു സാധനം കിട്ടും. അത് നമുക്കിവിടെ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ 200
അൽബേനിയ പോയതിൻ്റെ ലേക്കിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം 200 ദിനാർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 2 കോയിൻ കിട്ടും. അപ്പോൾ 4 മിനിറ്റിലോട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ പകുതിയോളം വീടുകളൊക്കെ ഇങ്ങനെ പണി തീരാതെയും കുറേയൊക്കെ ഇങ്ങനെ ഒരു അബാൻഡൻ ആയി കിടക്കുന്ന ടൈപ്പ് ഏരിയാസ് ആണ് കേട്ടോ. എന്നാ അതേസമയം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നല്ല താമസം ഉണ്ട്. ഇതുപോലെ കുറെ വീടുകൾ ഞങ്ങൾ കണ്ടു ഇങ്ങനെ പഴകിയ ആൾക്കാർ ഇട്ടിട്ട് പോയ ടൈപ്പ് ഒരു. അപ്പൊ നമുക്ക് ഇങ്ങനെ ചില ഏരിയാസ് ശരിക്കും അബാൻഡൻ ആയ പ്ലേസ് ആണ്. പക്ഷെ ചില സ്ഥലത്ത് നല്ലോണം ആൾക്കാര് താമസം. ഇതൊക്കെ ശരിക്കും ഔട്ട്സ്കേർട്ടാ. ഭയങ്കരമായിട്ട് നമ്മള് സെർബിയയുടെ അങ്ങ് ഉള്ളിലായിപ്പോ ഉള്ളത്. ടൗൺ ഒന്നും കാണാനേ ഇല്ല. ഒരു ഫുഡ് കഴിക്കുന്ന വിചാരിച്ചപ്പോൾ നമുക്ക് ടൗൺ കിട്ടുന്നില്ല. അതുപോലെ ഒരു ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റോട്ടിൽ കൂടെ നല്ല പട്ടികൾ നടന്നു പോകുന്നതാണ്. അടുത്ത വണ്ടിയിലിട്ട് വീട്ടിൽ കൊണ്ടുപോകും. പട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആൾ താമസം ഉണ്ടെന്നല്ലേ. എല്ലാം നല്ല നല്ല പട്ടികളാട്ടെ. ഇങ്ങനെ സ്ട്രേ ഡോഗ്സ് പോലത്തെ അല്ല, നല്ല ഇനം പട്ടികള്. ഈ സൈഡില് കാണുന്ന അങ്ങനത്തെ പല വീടുകളും അത്. നല്ലുണ്ട്. ഇവിടെ പോകുന്ന ഇവിടുത്തെ ഒരു പഴയ ടൗണിൽ കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ വീടുകൾ ഇതെല്ലാം കാണാൻ ഒരു പ്രത്യേക. പഴയതെന്ന് പറയാൻ കാരണം ഇവിടുത്തെ ബിൽഡിംഗ് കണ്ടാൽ മനസ്സിലാവില്ല, പുരാതന കാലത്തെ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം കണ്ട നമ്മളൊരു യൂറോപ്യൻ കൺട്രി കൂടെയാ പോകുന്നതെന്ന് തോന്നുന്നു. ചെറുതായിട്ട് കണ്ടു. അവിടെ കൈ വന്നു. അവിടെ പഴയ ലോറികളൊക്കെ ആയിട്ടുള്ളത്. എനിക്കിത് ഇങ്ങനെ പോകുമ്പോ നമ്മള് നമ്മുടെ നാട്ടിലെവിടെയുള്ള ഒരു ഓരോരോ, ഇപ്പം കാസർഗോഡ് മെയിൻ ടൗൺ, അത് കഴിഞ്ഞിട്ട് ഓരോരോ നമ്മുടെ കുറ്റിക്കോല അങ്ങനെയുള്ളതുണ്ടല്ലോ, കുണ്ടൻകുഴി, അതുപോലൊക്കെ. നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണത്തില്ലേ, ഈ പഴയ സിനിമകള്, അതിനകത്ത് ഈ പഴയ വണ്ടികൾ അത് കണ്ടില്ലേ, പഴയ വണ്ടികള്, പഴയ പെട്രോൾ പമ്പ്, പഴയ മോഡൽ എന്താ ലോറികള്, അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ തോന്നുന്നു നമുക്ക്. അതിന്റെ ഇടയിൽ ചിലതൊക്കെ ഭയങ്കര മോഡേൺ വീടുകളുണ്ട്, ചിലത് മോഡേൺ ആയിട്ട്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ടോ പലതും ആൾക്കാരില്ലാത്ത പോലെ തോന്നുന്നു. കഴിഞ്ഞു കേട്ടോ ഈ ടൗണ് കഴിഞ്ഞു. പക്ഷെ രസമുണ്ട്, വേറെ തന്നെ ഒരു. നമുക്കിങ്ങനെ മാപ്പിൽ ഓരോന്ന് കാണുമ്പോഴൊക്കെ അടുത്ത ടൗണായിട്ടാണ്, പക്ഷെ ആ ഒരു ടൗണിന്റെ ഒരു ഫീല് കിട്ടുന്നില്ല അല്ലേ. നമ്മളിവിടെ ഒരു ടൗണിലെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാട്ടോ. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, നമുക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല അല്ലേ. ഒന്നാമത് അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, നമുക്കൊട്ട് തിരിയുന്നുമില്ല. വേറെ കാര്യം എല്ലാവരും നമ്മളെ നോക്കുക കേട്ടോ, അതാ ഒരവസ്ഥ അല്ലേ. നമ്മൾ പറഞ്ഞ ആ ഒരു കാസിലേക്ക് നമ്മൾ എത്തി കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഇവിടെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ അല്ലേ. ഭയങ്കര ഭംഗിയല്ലേ. ഇതേപോലൊരു ഇത് ഞാന് ഫ്രാൻസില് കണ്ടിട്ടുണ്ട്. ഫ്രാൻസിലാ, അത് തന്നെ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാസിൽ ഇതാ അല്ലേ. ഈ കടലിനോട് ഇങ്ങനെ ചേർന്ന് നമ്മുടെ അവിടെയൊക്കെ കോട്ടയതൊക്കെ ഉണ്ടെങ്കിലും അതൊരു ചെങ്കല്ല് വെച്ചൊരു ഇതല്ലേ. അല്ല, നമ്മളിപ്പോ UK ലാണെങ്കിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ളത് കണ്ടിട്ടില്ല. അതിന്റെ ആ മുകളിൽ ആ സംഭവം കൂടെ വെച്ചപ്പോഴത്തേക്കും വേറെ ലെവലായി. അതില്ലായിരുന്നു കേട്ടോ, ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 2 പേർ കൂടെ 1800 ദിനാർ ആയിട്ടുണ്ട്, സെർബിയൻ ദിനാർ. കിഡ്സിന് ഫ്രീയാ. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ജേർണിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കാസിലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന നമ്മൾ കാണുന്ന റൊമേനിയയുടെ ഭാഗമാണ്. അതായത് ഈ നദിയുടെ അപ്പുറത്ത് കാണുന്നത് പകുതി തൊട്ട് റൊമേനിയ. ഇത് കണ്ടോ, ഞാൻ എന്തോ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, അത് ഭയങ്കര സംഭവമായി. ഇത് നോടിച്ചേ, ഫോണെന്ന് നോടിച്ചേ. നമ്മളിപ്പോ എക്സാക്ട്ലി ഇത് കണ്ടോ, ബോർഡറിലുള്ള ലൈൻ പോകുന്ന കണ്ടോ. ആ ലൈൻ്റെ അതായത് ഇതിന്റെ പകുതിയും റൊമേനിയയിലാണ് ഉള്ളത്. ഇവിടെ കാണുന്നത് റൊമേനിയ. ഇവിടെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുമ്പോ കാണാം കേട്ടോ. നമുക്കൊരു ഡൗട്ട് ഉണ്ട്, അതിന് നമ്മൾ ഇവരോട് ചോദിച്ചു കേട്ടോ. അവര് പറഞ്ഞു അത് റൊമേനിയ. അപ്പൊ ആ കാണുന്നതാണ് റൊമേനിയ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വേറൊരു രാജ്യം ഇങ്ങനെ നോക്കി കാണുന്നത്. ആദ്യമായിട്ടല്ലേ? അതെ, റൊമേനിയ. ഇതിന്റെ അടുത്താണ് ഈ എന്നാ ഇവിടെ ഒരുപാട് കൺട്രി ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് ഹംഗറി വരുന്നുണ്ട്, അൽബേനിയ ഉണ്ട്, മോണ്ടിനീഗ്രോ, കൊസോവോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അൽബേനിയ, കൊസോവോ ഉണ്ട്, അൽബേനിയ ഇത് കണ്ടില്ല താഴെ. അൽബേനിയ ടച്ച് വരുന്നില്ല.
അപ്പൊ ഞാൻ വിക്കിപീഡിയ എന്താ നോക്കിയപ്പോ കണ്ടു. ഇല്ല, ഇത് കണ്ടോ, ഇത് മോണ്ടിനിഗ്രോ, അൽബേനിയ, കൊസവോ, മറ്റേ ഇതായിട്ടില്ല, മോള് റൊമേനിയ, അതായത് ഹംഗറി, റൊമേനിയ, പിന്നെ അൽബേനിയ അല്ല, അൽബേനിയ പോട്ടെ, മോണ്ടിനിഗ്രോ, അങ്ങനെ ക്രൊയേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടാണ് ഇത് ബോർഡർ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ആമി റോഡ് ക്ലോസ് ചെയ്ത് നിൽക്കും കേട്ടോ അവിടെ. അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. മറ്റൊരു രാജ്യം ഇതേ കാണുന്നു, റൊമേനിയ. ഇത് അതായത് നീതി കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കയറുന്ന റൊമേനിയയിലേക്ക് കയറാം. ആക്ച്വലി നിങ്ങളൊരു 15 days ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൽബേനിയ, മോണ്ടിനിഗ്രോ, സെർബിയ റോഡ് ട്രിപ്പ് ആയിട്ട് വരാം. സെർബിയയിലേക്ക് പിന്നെ 2 രാജ്യം കവർ ചെയ്യണ്ടേ? വേണ്ടേ? ഇല്ല, അങ്ങനെ വരാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അൽബേനിയയിൽ ഇറങ്ങി മോണ്ടിനിഗ്രോയിൽ വന്ന് മോണ്ടിനിഗ്രോയിൽ സെർബിയയിൽ വരാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ വായിച്ചതിൻ്റെ അറിവിൽ പറയുന്നതാണ്. ഗൊലുബാഗ് ഫോർട്രസ് എന്നാണ് ഈ ഒരു ഫോർട്രസ് അറിയപ്പെടുന്നത്. അതായത് അയൺ ഗേറ്റ്സ് ആയ ഒരു ടൈമിൽ, അതായത് 14th 15th century ടൈമിൽ ഉണ്ടായിരുന്ന, അതായത് ഇവിടുത്തെ ഒരു ആ ഒരു യുദ്ധസമയത്തൊക്കെ അതിലൊരു പ്രധാന പങ്ക് വഹിച്ച ഒരു ഫോർട്രസ് അല്ലെങ്കിൽ ഒരു കോട്ടയാണ് കേട്ടോ നമ്മുടെ ഈ പുറകെ കാണുന്നത്. എനിക്കിത് അങ്ങനെയൊന്നല്ല ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈ ഫെയറി ടെയിൽ മൂവിയിലൊക്കെ കാണുമല്ലോ, ഈ പ്രിൻസസിൻ്റെ ഒക്കെ കൊട്ടാരം പോലത്തെ വീടൊക്കെ, എനിക്ക് അതുപോലെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇതിന് ആ മുകളിൽ കാണുന്ന ആ ഒരു കൂജ പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മുന്നേ ആദ്യമൊന്നും ഇല്ലായിരുന്നു. അത് പിന്നീട് പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്തത് അതൊക്കെ. പിന്നെ ഈ ഒരു ഫോട്ടോസ് അറിയപ്പെടുന്നത് ഈ പേരുണ്ടല്ലോ, അതൊരു ഡൗവിൻ്റെ, അതായത് ഒരു പ്രാവിൻ്റെ നെയിമിൽ നിന്നാണ് ആ ഒരു പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കടൽ തീരത്ത് ഒരു അതിമനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഫോർട്രസ് ആണ്. സോറി, കടൽ തീരം അല്ല കേട്ടോ, റിവർ ബാങ്ക്, അതായത് റിവറിൻ്റെ സൈഡിലാണ് കേട്ടോ. കടലിന് പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞു പോയത്. സാധാരണ നമ്മുടെ കോട്ടയൊക്കെ കടലിൻ്റെ സൈഡിലാണല്ലോ. ഇത് റിവറിൻ്റെ സൈഡിലുള്ളൊരു അടിപൊളി ഫോട്ടോസ് ആണ് കേട്ടോ. ഇതിൻ്റെ അങ്ങ് ഉള്ളിലോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു 3 ഇതുണ്ടല്ലോ, അതിലേക്കാണ് കേട്ടോ എൻട്രി ഉള്ളത്. അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഭീമാകാരനായിട്ട് വലുതായി വരുന്ന പോലെ തോന്നുന്നല്ലേ. ഒരു ബോട്ട് നോക്കി അവിടെ വെച്ചിരിക്കുന്നത് ഭയങ്കര ഭീമാകാരനാട്ടോ ഇത്. അതേപോലെ തന്നെ ഇതിനെ തുരന്ന് മല തുരന്ന് അപ്പുറത്തേക്ക് റോഡും ഉണ്ട് തൊട്ട് അതിനോട് ചേർന്ന് തന്നെ കേട്ടോ. കുറച്ച് പൈസ ഉണ്ടായിരുന്ന ഈ ഹെലികോപ്റ്റർ കയറി ഇത് റൗണ്ട് കാണായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിനെ റൗണ്ട് അടിക്കുക ആ ഹെലികോപ്റ്റർ. നമ്മളിങ്ങനെ ഈ ഫോർട്രസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ മുന്നിൽ നമ്മുടെ പുത്രിയുണ്ട്. ഇങ്ങ എവിടെ പോന്നേ നീ? ഇത് ആക്ച്വലി താമസിക്കാനുള്ളത്, ഇത് ആക്ച്വലി യുദ്ധത്തിന് വേണ്ടി മാത്രം അങ്ങനെയുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു, കണ്ടിട്ട് തോന്നുന്നു. അല്ല, അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടേ. മ്യൂസിയത്തിൽ എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്കൊരു സാധനം കാണാം കേട്ടോ. ഞാൻ ആക്ച്വലി പേടിച്ചു പോയി. ഈ ചങ്ങ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് നോക്കിയേ, എന്നാ ഒറിജിനാലിറ്റിയാ നോക്കിയേ. അപ്പോൾ തിരിച്ച് നമ്മളിനി ബെൽഗ്രേഡിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് ബെൽഗ്രേഡിലേക്ക്. അപ്പോൾ ഈ ഒരു സെർബിയൻ ട്രിപ്പ് വളരെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ എന്താ പറയുക വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഓവർ മെനക്കെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും കൂടെ എൻജോയ് ചെയ്യണമല്ലോ. വീഡിയോ മാത്രം നമ്മൾ പിടിച്ചു നടക്കാത്ത കാരണം ഇതൊക്കെ നിങ്ങളും കൂടെ നേരിട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഭംഗി കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ക്യാമറയിലൂടെ ഒന്നും നിങ്ങൾക്ക് ഇത് കണ്ടാലൊന്നും എന്താ പറയുക മനസ്സിലാവില്ല. ഇത് അതിനിടയിൽ നമുക്കൊരു പഞ്ചറും കിട്ടി കേട്ടോ. നമ്മളൊരു ടയർ പഞ്ചറായി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കും കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇവിടെ അടുത്ത് തന്നെ പഞ്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു, അത് കാരണം അത് ഓക്കെ ആയി. ഇപ്പം നമ്മൾ റെൻ്റ് കാർ എടുക്കുമ്പോൾ ഇങ്ങനെയും കുറേ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും ദൂരം ഓടുന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ പ്രതീക്ഷിക്കണം അല്ലേ. പെട്ടെന്ന് മിന്നുവിനെ പോലെ പാനിക്കാവരുത് അല്ലേ മിന്നു? ഞാനല്ലേ ഓടിക്കുന്നേ, 130 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്നല്ലേ. അങ്ങനെ ഇതേ പഞ്ചറൊക്കെ ശരിയാക്കി നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 1 hour 37 minutes ഉണ്ട് 7:30 നമ്മുടെ ഹോട്ടലിലോട്ട്. 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ പോയി എല്ലാം പാക്കപ്പ് ചെയ്യണം അല്ലേ, നാളെ പോവല്ലേ. സെർബിയയുടെ ബൈ ബൈ പറയാണ് അല്ലേ. 5 ദിവസം, എനിക്ക് 2 ദിവസം പോലെ തോന്നുള്ളൂ. ഇനി 2 ദിവസം ബാക്കിയുള്ളതല്ലേ ഒട്ടും. നമ്മൾ ഈവനിങ് ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിലാണ് കേട്ടോ. നമ്മൾ അന്ന് അൽബേനിയയിൽ കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ആമിക്ക് ഭയങ്കര ഇഷ്ടമായല്ലേ ആമി? ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായെന്നാണ് കേട്ടോ ആമി പറയുന്നേ.
അപ്പൊ ഇത് നമ്മള് സീ ഫുഡ് ആട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒക്ടോപസ് ഉണ്ട്. ആ പറഞ്ഞോ. ആ നോക്കി മാമിക്ക് ഇത് കണ്ടിട്ട് ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ എണ്ണി പറയാനല്ല ഇവിടെ ഇരിക്കണേ. കഴിക്കണം. നിമിഷ നേരങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തു. യുദ്ധായിരുന്നു. ഒരു ഭയങ്കര ഭീകരമായ യുദ്ധമായിരുന്നു കേട്ടോ ഇവിടെ. കത്രിക വെച്ചൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. അവിടുത്തെ കൊള്ളുന്നത്, ഇത് കൊള്ളത്തില്ല, ഇത് ടേസ്റ്റ് ഇല്ല. എന്താ പരിപാടി അവിടെ? നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഫൈനലി നമ്മൾ ബെൽഗ്രേഡ് എത്തി. ബെൽഗ്രേഡ് നമ്മൾ എടുത്തേക്കുന്ന റൂമിൽ എത്തി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നൊരു ദിവസം താമസിക്കാൻ എടുത്തേക്കുന്ന റൂം. ബെൽഗ്രേഡ് എയർപോർട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ അല്ലേ, 3.5 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു ഇതാട്ടോ. വേറെ കാര്യമുണ്ട്, ആൾക്കൊന്നും ഇത് റൂം സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മള്. അവിടെ ഒരു റൂമുണ്ട്, അവിടെ ഒരു റൂമുണ്ട്, ഇതും ഒരു റൂമായിട്ട് ബെഡും ഉണ്ട് അല്ലേ? അല്ലടി അമ്മി? നിനച്ചില്ലേ? എല്ലാവർക്കും ബിഗ് ആണോ ഇത്? സാരല്ലേ വാ. ഇതൊരു ആമിക്ക് കുഞ്ഞു ബെഡ്റൂം. ഇവിടെ നീ ഇവിടെ കിടന്നോളൂ അല്ലേ? ഡാഡിയുടെ അടുത്ത് കേക്കോ? ഡാഡി ഇവിടെ കേൾക്കുന്നത്, മമ്മി ഇതേ ഇവിടെ കേൾക്കുന്നത്. ഇത് അടിപൊളി റൂമാട്ടോടി. ഇതൊരു ഫാമിലി ഒക്കെ അല്ല, ഫാമിലി മീൻസ് കുറച്ച് ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് അടിപൊളിയാണ്. സ്യൂട്ട് റൂം എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഓക്കെ. പിന്നെ ഇത് നല്ലൊരു അതിൻ്റെ കാലൊക്കെ ചവിട്ടി ഞാൻ. പിന്നെ ഇത് ഇവിടെ ഒരു പിന്നെ തിരക്കേടില്ലാത്തൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഫൈനലി നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ കൂടെ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്ന വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. കാര്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, കാരണം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ വണ്ടി ഉണ്ടല്ലോ, ഓടുന്നതിനും ഓടിക്കാനുള്ള കംഫോർട്ട് വേറെ ലെവലാണ്. പറന്ന് പോകുന്ന പോലെ തോന്നും നമുക്ക്. അത് നല്ല മൈലേജും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആകെ ഒരു തവണ ഫുൾ ടാങ്ക് അടിച്ചുള്ളൂ. ഞാൻ ഏകദേശം 800-900 കിലോമീറ്റർ നമ്മൾ ഓടി. 3/4 ടാങ്ക് ഉണ്ട് ഓൾറെഡി. നമുക്ക് കിട്ടുമ്പോൾ ഫുൾ ടാങ്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായ വണ്ടി, ഡാഡിക്ക് ഇഷ്ടമായി. പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല UK-ലേക്ക് കേട്ടാ. നമ്മളെ വണ്ടി UK-യിലുള്ള, നമുക്ക് അവിടെ പോയി എടുക്കാം. നമ്മളത് എയർപോർട്ടിൽ കയറി കേട്ടോ. നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇവിടുന്ന് നമ്മൾ 2 സെർബിയൻ ലിക്വർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? നിന്നു പെർഫ്യൂം ആസ് യൂഷ്വൽ പെർഫ്യൂം ഒക്കെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പെർഫ്യൂം മേടിക്കാൻ നിർത്തിയാ? 1,00,000 രൂപയുടെ പെർഫ്യൂം എങ്കിലും ഉണ്ടാവും വീട്ടില് അല്ലേ? കാരണം ഒരു പെർഫ്യൂമിന് 10,000 രൂപയാട്ടോ. 10,000 വെച്ചിട്ട് അങ്ങനത്തെ ഒരു 15 എണ്ണം കണ്ട വീട്ടിൽ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് അമ്മി? സൂപ്പറാണോ? അതേപോലെ ഇതും നല്ലതാ, ഇതും അടിപൊളിയുണ്ട്. ഇതെങ്ങനെയുണ്ട്? വിലയുണ്ട്.